ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. വീട്ടിൽ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടോ? എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. അത് മാറ്റി വെച്ചു. ഇതുപോലൊരു പാത്രം വെച്ച് അതിലേക്ക് നല്ലതുപോലെ പാലൊഴിച്ചിട്ട് ഇനി ആ പാലൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് നല്ലതുപോലെ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മധുരം കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഐസ്ക്രീം ആകുമ്പോൾ നല്ല മധുരത്തിലിരിക്കണമല്ലോ. ഇതുപോലെ കുറച്ച് മധുരം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പകുതി പാലെടുത്ത് ശകലം പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽപ്പൊടി, നല്ല രീതിയിൽ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുകിയെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടി മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ബൗളിലെടുത്ത് ശകലം കലക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ പകുതി പാൽ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മിക്സിയോട് ഒഴിച്ചിട്ട് പാൽപ്പൊടി മിക്സിയോട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി നമ്മളുടെ ബിസ്ക്കറ്റ് എടുക്കാം. ഞാൻ ഇതുപോലെ ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഇതുപോലെ നേരത്തെ കാണിച്ച ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് രണ്ടായിട്ട് പൊട്ടിച്ചിടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ രണ്ടായിട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഇടുന്നുണ്ട്. ആവശ്യാനുസരണം എത്രത്തോളം ബിസ്ക്കറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചൊന്നിട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽപ്പൊടിയൊക്കെ ഇട്ട് വെച്ച പാലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകി പോകരുത്. അത് ചെറു ചൂടോടെ നമ്മളുടെ ഈ ബിസ്ക്കറ്റിലോട്ടൊന്ന് ഇട്ട് വെക്കുക. ഒരു 10 മിനിറ്റോളൊന്നും വെക്കാണ്ട് ഇത് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടും. ബിസ്ക്കറ്റ് ആകുമ്പോൾ നന്ന് കുറുകി കിട്ടും. അപ്പോൾ ബിസ്ക്കറ്റെല്ലാം ഇതുപോലെ പാലൊഴിച്ച് അതിലേക്കൊന്ന് മുക്കി വെക്കണം. മുക്കി വെക്കുമ്പോൾ പാലൊഴിച്ചപ്പോൾ തന്നെ അതെല്ലാം ഒന്ന് കുതിരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊഴിച്ച് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ എല്ലാം വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടും. ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്തപ്പോഴത്തേക്കിനും നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങ് കലക്കിയെടുക്കാൻ പോയില്ല. കാരണം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് കടിക്കാനും ബിസ്ക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിനൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഡയറി മിൽക്ക് കട്ട് ചെയ്ത പീസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയറി മിൽക്കിൻ്റെ കട്ട് ചെയ്ത പീസ് കൂടി ചേർക്കുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടി കിട്ടും. ഞാനിവിടെ ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടി കിട്ടുമ്പോൾ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും ആ ചെറു ചൂടാകുമ്പോഴത്തേക്കിനും ആ ചോക്ലേറ്റ് കൂടി അതിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റാവും. ഒരുപാടങ്ങ് കൂട്ടി യോജിപ്പിക്കില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ടാൽ മതി. അപ്പോഴത്തേക്കിനും ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ അതിലേക്ക് വന്നോളും. ഇനി നമുക്കിതൊരു ബൗളിലോട്ടോ ഉള്ളൊരു പാത്രത്തിലോട്ടോ മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു പാത്രമാണ്. ഒരു പ്ലാസ്റ്റിക് ഡപ്പയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ടേസ്റ്റാണ്. സംഭവം കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി മധുരമാണ് കേട്ടോ. മധുരമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് ഡയറി മിൽക്കിൻ്റെ കട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചു. ഒരു ഐസ്ക്രീമിൻ്റെ ഫിനിഷിംഗ് കൂടെ ആകുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കുമല്ലേ. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ട് പീസ് കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിൻ്റെ അടപ്പൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇതാകുമ്പോഴത്തേക്കിനും കുറച്ച് നമുക്ക് അടച്ചും കൂടി വെക്കാമല്ലോ. അപ്പോൾ കുറച്ചുകൂടി വർക്ക് കുറച്ചുകൂടി ഈസി ആക്കി കിട്ടും. പിന്നെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 2-3 മണിക്കൂർ ഒന്ന് സെറ്റാവണം. അപ്പോൾ സെറ്റായിട്ട് ഞാനിവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടപ്പ് തുറന്നെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷേപ്പിൽ ഒരു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അപാര ലുക്കും നല്ല ടേസ്റ്റുമാണ് സംഭവം.
അപ്പോൾ ഇനി എന്താ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഞാൻ നമ്മുടെ ഐസ്ക്രീം കോരിയെടുക്കണ പോലെ കുറച്ച് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപാര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കാരണം ആ ബിസ്ക്കറ്റ് കുറച്ച് പൊടിയായിട്ട് കിടക്കുമ്പോൾ ആ ഒരു ഫ്ലേവറോട് കിട്ടുമ്പോൾ കഴിക്കാൻ അപാര ടേസ്റ്റോടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.